മഴക്കെടുതികളും മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യുന്നതിനായി അടിയന്തര യോഗം വിളിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ ശനിയാഴ്ച വരെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റവന്യൂ ഉദ്യോഗസ്ഥർ അവധിയെടുക്കരുതെന്നും നിർദ്ദേശം 24 മണിക്കൂറിനുള്ളിൽ പെയ്തത് ഈ സീസണിലെ ഏറ്റവും വലിയ മഴയാണെന്നും മന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, മഴ കനക്കുകയാണ് കേരളത്തിൽ. എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ആണ് റവന്യൂ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്? എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത്? അനിൽ, കേരളത്തിൽ വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള തീരത്ത് നിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തിയും ഒപ്പം തന്നെ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്ന സാഹചര്യവും കണക്കിലെടുത്ത് അടുത്ത 3 ദിവസം സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള മഴയുണ്ടാകുമെന്നുള്ളതാണ് വിലയിരുത്തൽ. ഏതാണ്ട് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഈ സീസണിലെ ഏറ്റവും മഴ ഏതാണ്ട് 69.94 സെൻറ്റിമീറ്റർ മഴ സംസ്ഥാന ശരാശരിയാണ് പെയ്തൊഴിഞ്ഞ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു അടിയന്തര യോഗം മന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചത്. തിരുവനന്തപുരത്ത് ദുരന്ത പ്രതികരണ സ്ഥാനത്ത് വിളിച്ച യോഗത്തിൽ മന്ത്രിയും പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ളവർ പങ്കെടുത്തു. ജില്ലാ കളക്ടർമാർ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു. പ്രത്യേകിച്ച് നിലവിലത്തെ സാഹചര്യവും മുന്നൊരുക്കങ്ങളുമാണ്, അതിനുവേണ്ട നടപടികളുമാണ് ഈ യോഗത്തിൽ പ്രത്യേകമായി ചർച്ച ചെയ്ത് പ്രാദേശിക തലങ്ങളിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ് മന്ത്രി ഈ യോഗത്തിൽ അറിയിച്ചത്. പ്രത്യേകിച്ച് സംസ്ഥാന തലത്തിൽ നിന്നുള്ള ഏകോപനത്തിനപ്പുറത്തേക്ക് ജില്ലാ തലത്തിലും പ്രാദേശിക തലത്തിലുമാണ് ഈ മഴയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രതികരണ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരടക്കം അടുത്ത 3 ദിവസത്തേക്ക് അവധിയെടുക്കരുതെന്നും നിലവിൽ അവധിയുള്ളവർ അതിൽ ഉപയോഗിക്കരുതാക്കണമെന്നുള്ളൊരു നിർദ്ദേശവും നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് 3 ദിവസം പ്രാദേശിക തലത്തിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഈ രീതിയിൽ അവരുടെ അധികാര കേന്ദ്രങ്ങളിൽ അധികാര പരിധിയിൽ തന്നെ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പത്തനംതിട്ട പോലെ പെട്ടെന്ന് മഴ വലിയ രീതിയിൽ പെയ്ത സ്ഥലങ്ങളിൽ അവിടെ പ്രശ്നങ്ങളുണ്ടായ മേഖലകളിലേക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് എത്തണമെന്നും അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന നാശനഷ്ടങ്ങളുടെ ഒരു പ്രാഥമിക കണക്കെടുപ്പ് ഉടൻ പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് സംസ്ഥാന റവന്യൂ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് മഴ വീണ്ടും വലിയ രീതിയിൽ ശക്തമാകും. ഒപ്പം തന്നെ പടിഞ്ഞാറൻ കാറ്റും ശക്തമാകാനുള്ള സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. 55 കിലോമീറ്ററിലധികം വേഗത്തിൽ കാറ്റ് വീശുന്ന സാഹചര്യവുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ രാത്രിയാത്രാ നിരോധനം പോലെയുള്ള നടപടികളിലേക്ക് സർക്കാർ പോയിട്ടില്ല. പക്ഷേ ആവശ്യമെങ്കിൽ അത് നടപ്പിലാക്കാൻ, പ്രാദേശിക തലത്തിൽ നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ ഒരു രാത്രിയാത്രാ നിരോധനമൊക്കെ ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതനുസരിച്ചുള്ള നടപടികൾ പോകും. പിന്നീട് പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ വലിയ നിർദ്ദേശങ്ങളുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ജലാശയങ്ങളിൽ ഇറങ്ങുന്നതൊക്കെ പരമാവധി ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ഏതാണ്ട് 5 നദികളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. നദികളിൽ ജലനിരപ്പ് പതുക്കെ ഉയരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ 5ഓളം ഡാമുകളിലെ ഡാമുകൾ ഒരു മുൻകരുതൽ അടിസ്ഥാനത്തിൽ ജലം പുറത്തേക്ക് ഒഴുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഡാമുകൾ പൂർണ്ണമായും തുറന്നു വിട്ടിരിക്കുന്ന ഒരു സാഹചര്യമൊന്നും അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരു മുൻകരുതലിന്റെ ഭാഗമായി കുറച്ച് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ്. മറ്റ് ഡാമുകളിലെയും ജലനിരപ്പ് സർക്കാർ നിരീക്ഷിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ്ട് 125ഓളം വീടുകൾ കഴിഞ്ഞൊരു 3-4 ദിവസങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്ത് വിവിധ മഴക്കെടുതികളായി തകർന്നിട്ടുണ്ട് എന്നുള്ളൊരു അറിയിപ്പ് കൂടി ലഭിച്ചിട്ടുണ്ട്. എന്തായാലും മഴ ശക്തമാണ്, ജനങ്ങൾ ജാഗ്രത പാലിക്കുക. അതോടൊപ്പം തന്നെ സർവ്വവിധ മുന്നൊരുക്കങ്ങളും നടത്താൻ ജില്ലാ ഭരണകൂടങ്ങൾക്കും പ്രാദേശിക റവന്യൂ ഉദ്യോഗസ്ഥർക്കും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനിൽ നമ്പ്യാർ. നന്ദി പ്രജിത്ത്. മഴക്കെടുതികളും മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യുന്നതിനായി അടിയന്തര യോഗം വിളിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ ശനിയാഴ്ച വരെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റവന്യൂ ഉദ്യോഗസ്ഥർ അവധിയെടുക്കരുത്. 24 മണിക്കൂറിനുള്ളിൽ പെയ്തത് ഈ സീസണിലെ ഏറ്റവും വലിയ മഴയാണെന്നും മന്ത്രി പറഞ്ഞു.